സഹോദരി സഹോദരന്മാരെ, ഹൃദയസ്തംഭനം മൂലം പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ അത് കുറക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്ന ഹൃദയപൂർവ്വം പദ്ധതി എന്ന പരിശീലനം അതാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇത് ഹൃദയസ്തംഭനമുണ്ടായ ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ പെട്ടെന്ന് തന്നെ നൽകുന്നതിനിടയാക്കും. ഈ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് ഉപയോഗിച്ച് വരുന്ന ഒരു മാർഗമാണ് CPR, കാർഡിയോ പൾമിനറി റെസിറ്റേഷൻ. ഇത് ഈ പരിശീലനം നൽകുന്നതിന് പൊതുസമൂഹത്തെ ആകെ പ്രാപ്തമാക്കുക, ഇതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. നമ്മുടെ നാട്ടിലെ ഹൃദ്രോഗ നിരക്കിൽ വലിയ വർധനവുണ്ടാകുന്നുവെന്നത് എല്ലാവരിലും ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും രോഗനിവാരണത്തിനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ രോഗ ശുശ്രൂഷയെക്കുറിച്ചും പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ പത്രങ്ങളിൽ പലപ്പോഴും വായിക്കാറുണ്ട് കുഴഞ്ഞു വീണുള്ള മരണങ്ങളെക്കുറിച്ച്. അവരിൽ ചിലരെങ്കിലും കൃത്യസമയത്ത് ആവശ്യമായ പ്രഥമ ശുശ്രൂഷ കിട്ടിയിരുന്നെങ്കിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുമായിരുന്നു. അത് ലഭിക്കാതെ പോയതാകട്ടെ മതിയായ പരിശീലനം ലഭിച്ച ആരെങ്കിലും സമീപത്ത് ഇല്ലാതിരുന്നതുകൊണ്ടാകാം. അത്തരമൊരു ദുരവസ്ഥ ഇനി ഉണ്ടായിക്കൂടാ. അതുകൂടി ലക്ഷ്യം വെച്ചാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. നമ്മുടെ യുവജനങ്ങളെയും മുൻനിര തൊഴിൽ വിഭാഗങ്ങളെയും പ്രഥമ ശുശ്രൂഷ നൽകാൻ പ്രാപ്തരാക്കുക, ഹൃദയസ്തംഭനത്തിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാനുള്ള അവബോധം സൃഷ്ടിക്കുക, ഇതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 100 സ്ഥലങ്ങളിലാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നിർത്തുകയല്ല, തുറന്ന് സ്കൂളുകളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും പ്രാദേശിക കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. നമ്മുടെ സംസ്ഥാനം ആരോഗ്യരംഗത്ത് വലിയ തോതിലുള്ള ജനകീയ മുന്നേറ്റങ്ങളിലൂടെ ലോകത്തിനാകെ മാതൃകയായ സംസ്ഥാനമാണ്. അത്തരം മാതൃകകളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒന്നാകും ഈ പദ്ധതി. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പൊതുവേ നമ്മളിപ്പോൾ നടന്ന ഇവൻ്റ് തന്നെ നമുക്കറിയാം. കാരണം പ്രായഭേദമന്യേ സഡനായിട്ടുള്ള ഹൃദയസ്തംഭനം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ആ വ്യക്തി പ്രതികരണം ഉണ്ടോ എന്നുള്ള റെസ്പോൺസ് നോക്കിയതിന് ശേഷം എത്രയും വേഗം ആ വ്യക്തിക്ക് ശ്വാസമുണ്ടോ നെഞ്ചിടിപ്പുണ്ടോ എന്ന് ഉറപ്പുവരുത്തി അതിനുള്ള ഹെൽപ്പ് ഉടനെ തന്നെ ചെയ്യണം. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ശ്വാസമുണ്ടോ ഇല്ലെന്ന് നോക്കേണ്ട, നെഞ്ചുയരുന്നോ താഴുന്നോ എന്ന് മാത്രം നോക്കുക. 10 സെക്കൻഡ് വരെ മാത്രം. 5 സെക്കൻഡ് കുറവാകരുത്, 10 മുകളിലും ആകരുത്. അതോടൊപ്പം പൾസ് നോക്കാൻ അറിയാമെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് വെച്ചിവിടെ നോക്കാം. ഇങ്ങനെ നടുഭാഗത്തുനിന്ന് സൈഡിലോട്ട് നീക്കി ഈ ഗ്രൂവിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും.
അതെല്ലാം രണ്ടും കൂടെ ചേർത്ത് 10 സെക്കൻഡ് മുകളിലാകാൻ പാടില്ല. ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നെഞ്ചമർത്തൽ തുടങ്ങണം. അതോടൊപ്പം നമ്മൾ എമർജൻസി ആയിട്ട് ആംബുലൻസും AEDയും കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൊടുക്കണം. അതെവിടെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്ററെങ്കിലും താഴ്ന്ന രീതിയിലും 100 തൊട്ട് 120 തവണ 1 മിനിറ്റിൽ കൊടുക്കണ വേഗതയിൽ വേണം തുടരാൻ. അത് ഓരോ 5 സൈക്കിൾ എന്ന് പറഞ്ഞാൽ 150 തവണ നമ്മൾ മാറി മാറി ചെയ്യാം. അപ്പോൾ അത് തുടരേണ്ടതെന്ന് പറഞ്ഞാൽ ജീവൻ ലക്ഷണം കാണുന്നവരെ തുടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ഡോക്ടറുടെ കയ്യിൽ എത്തുന്നവരെ തുടരുകയും വേണം. ഈ ലക്ഷണം കണ്ടാൽ നമുക്ക് നിർത്താം. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇടയിൽ, നമ്മുടെ കൺമുന്നിൽ പലപ്പോഴും ഹൃദയാഘാതം മൂലം നമ്മുടെ പ്രിയപ്പെട്ടവർ വീണ് മരിക്കുന്നത്, അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റിലും ഈ അടുത്തിടെ ഇവിടെയുള്ള ഒരു സ്റ്റാഫിനും സമാനമായ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ കൺമുന്നിൽ കാണുകയുണ്ടായി. ഇത് എപ്പോഴും നമ്മളൊരു തീരാവേദനയായിട്ട് മാറും. വാസ്തവത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഹൃദയമിടിപ്പ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ സാധാരണക്കാരായിട്ടുള്ള, പ്രൊഫഷണലുകളല്ലാത്ത സാധാരണക്കാരായ നമുക്ക് സാധ്യമാണ്. വാസ്തവത്തിൽ ഈ ലോക ഹൃദയ ദിനത്തിൽ ഇതിൻ്റെ അനിവാര്യത കണ്ടുകൊണ്ടാണ് ഈ ഒരു ജനകീയമായിട്ടുള്ള ഇടപെടലിന് വേണ്ടി സംസ്ഥാന സർക്കാർ, സംസ്ഥാന ആരോഗ്യ വകുപ്പ് തയ്യാറായിട്ടുള്ളത്. CPR മൂലം, CPR നൽകുന്നതിലൂടെ ആ ഹൃദയമിടിപ്പ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. കഴിഞ്ഞ ഒരു വർഷം ആരോഗ്യവകുപ്പ് ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള പരിപാടികൾ നമ്മൾ നടപ്പിലാക്കുകയുണ്ടായി. ഈ ഹൃദയദിനം മുതൽ സംസ്ഥാനത്ത് ഉടനീളം ആളുകളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം നടത്തുകയാണ്. സംസ്ഥാന സർക്കാരിനൊപ്പം ആരോഗ്യ വകുപ്പിനൊപ്പം IMAയും ഇതിൻ്റെ ഭാഗമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എല്ലാ വിഭാഗത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, നമ്മളെപ്പോലെയുള്ളവർ, അതുകൂടാതെ ആംബുലൻസ് ഡ്രൈവേഴ്സ്, പോലീസ് സേനാംഗങ്ങൾ, ഫയർഫോഴ്സ് അംഗങ്ങൾ, യൂത്ത് ബ്രിഗേഡ്, ആശമാർ, അങ്കണവാടി പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നുവേണ്ട സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള ആളുകൾക്ക് CPR പരിശീലനം നൽകുക എന്നുള്ളത്. ഇതെവിടെ വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഈ CPR പരിശീലനം കൂടി ഉൾപ്പെടുത്തി അത് കുഞ്ഞുങ്ങൾക്കും, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഹയർ സെക്കൻഡറി കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതിൻ്റെ പരിശീലനം നൽകണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ലോക ഹൃദയ ദിന റെസിസിറ്റേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം ഇന്ന് പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം 29-ാം തീയതി സംസ്ഥാനത്ത് 200-ലധികം കേന്ദ്രങ്ങളിലാണ് പരിശീലനം നമ്മൾ നടത്തുന്നത്. ഇത് ഒരു ദിവസത്തെ ഒരു എക്സസൈസ് അല്ല, ഇതൊരു തുടക്കമാണ്, ജനകീയ പരിശീലനത്തിൻ്റെ തുടക്കമാണ്. ഇത് തുടർച്ചയായിട്ട് നടക്കും. അതുകൂടാതെ എല്ലാ മെഡിക്കൽ കോളേജിലും മാസത്തിൽ 1 തവണയോ 2 തവണയോ കമ്മ്യൂണിറ്റി ട്രെയിനിങ് നടക്കും. നമുക്ക് ആളുകൾക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് ഇത് പരിശീലനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ പേര് ഹൃദയപൂർവ്വം എന്നുള്ളതാണ്. ഹൃദയപൂർവ്വം എന്ന് പറയുമ്പോൾ അതിലെല്ലാം തന്നെ ഉണ്ട്. ചങ്കാകാം, ചങ്കിടിപ്പേകാം എന്നുള്ളതാണ് അതിൻ്റെ ക്യാമ്പയിൻ്റെ സ്ലോഗൻ. നമുക്കൊരു പ്രതിജ്ഞ ഈ ദിവസം എടുക്കാം. എനിക്ക് CPR നൽകാനായിട്ട് അറിയും. എൻ്റെ മുന്നിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ അതിന് ഞാൻ പ്രാപ്തനാണ് എന്നുള്ള ആത്മവിശ്വാസവും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. ഈ ഒരു പ്രതിജ്ഞയോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസം ഈ ലോക ഹൃദയ ദിനം ആചരിക്കാം. പരിശീലനം എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നല്ല ദിനവും ആശംസിക്കുന്നു. ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാമ്പയിനാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പം ഒരല്പം റിപ്പൻറ്റൻസ്, മറ്റൊന്നുമല്ല. IMAയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സുൽഫീനോഹും അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ കാർഡിയോളജിസ്റ്റുമായ ജോ ജോസഫ് ഇത്തരമൊരു മാസീവ് ക്യാമ്പയിൻ ലെജിസ്ലേച്ചർ ഇനീഷ്യേറ്റ് ചെയ്യണമെന്ന് ഞങ്ങളോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾക്കത് ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ നമുക്കെല്ലാം ഈ CPR പ്രോസസ്സ് അറിയുമായിരുന്നെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ജുനൈസ് അന്നിവിടെ മരിക്കില്ലായിരുന്നു.
നിങ്ങൾ കണ്ടു കാണും, നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് ജുനൈസ് മരിച്ചത്. എത്രയോ കാലം നമ്മുടെ കൂടെ ജീവിക്കേണ്ട, നാടിന് അനിവാര്യമായി പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ അകാലത്തിൽ നമ്മൾ വിട്ടുപിരിയുകയായിരുന്നു. ആദ്യം ചിലർ പറഞ്ഞു അത് ഫിക്സാണ്, പിന്നെ പറഞ്ഞു അത് സ്റ്റെപ്പാണ് ഡാൻസിൻ്റെ. പക്ഷെ യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരൻ ജീവന് വേണ്ടിയുള്ള വെമ്പലായിരുന്നു. ഇത്തരമൊരു മാസീവ് ക്യാമ്പയിൻ കേരളത്തിലെമ്പാടും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് IMAയുടെ ജോയിൻറ്റ് വെഞ്ചറായി ഇനീഷ്യേറ്റ് ചെയ്യുന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. കാരണം എല്ലാവരും ആവശ്യമേ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് സാധാരണ ഉണ്ടായ ഒരു കാഴ്ചപ്പാട് ഹാർട്ട് അറ്റാക്കൊക്കെ വരിക അതൊരു 50-60 മോൾപോട്ടെന്നാണ്. എന്നാൽ ഇപ്പം 30-35 എന്തെങ്കിലും തരത്തിൽ ഹിസ്റ്ററിയുള്ള ആൾക്കല്ല. ഹിസ്റ്ററിയുള്ള ആൾക്കെങ്കിൽ ശരിയാണ്, അത് അദ്ദേഹത്തിന് ഹിസ്റ്ററി ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജെനറ്റിക്കായി അദ്ദേഹത്തിൻ്റെ ഫാദറിനുണ്ട്, അല്ലെങ്കിൽ മദറിനുണ്ട്, അല്ലെങ്കിൽ അങ്കിൾസ്, അങ്ങനെയൊന്നും അല്ലല്ലോ. ഒരു പ്രോബ്ലവും ഇല്ലാത്ത വളരെ ഹെൽത്ത് ഓറിയൻറ്റഡ് നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള പലരും സഡൻ കൊളാപ്സ് ആവുന്നു, പെട്ടെന്ന് മരിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു ഘട്ടത്തിൽ ഒരു പ്രിലിമിനറി കെയർ, ഇത് CPR കൊണ്ട് ആകെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതല്ല, പക്ഷേ നമുക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കുമായിരുന്നു. പിന്നീട് മറ്റ് മെഡിക്കൽ കെയർ വരുമ്പോൾ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിർഭാഗ്യവശാൽ നമുക്ക് അത് വേണ്ടത്ര നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഏതായാലും ലെജിസ്ലേച്ചറിൻ്റെ ഫുൾ കോറം എത്തിയില്ലെങ്കിലും ഏതാണ്ട് കുറേ ആളുകൾ ഈ ഒരു ക്യാമ്പയിനിൽ ഇത് പഠിക്കാൻ തയ്യാറായി എന്നുള്ളത് മാതൃകാപരമാണ്. നമ്മൾ ഓരോരുത്തരും അറിയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒരു പ്രിലിമിനറി കെയറാണ്. പ്രാഥമികമായി എങ്ങനെ ഒരാളുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും, ആ നിലയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് നാം നേതൃത്വം കൊടുക്കുന്നത്. CPRന് മുൻകൈയെടുത്ത ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിയുടെ ടീമിനെ, IMA എല്ലാം അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ലോകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹൃദയപൂർവം എന്ന ഹൃദയ ദിനത്തിനോടനുബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ചങ്കാവുക ചങ്കിടിപ്പേവുക എന്ന ശ്രദ്ധേയമായിട്ടുള്ളൊരു സ്ലോഗൻ അവതരിപ്പിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ക്യാമ്പയിന്, ഒരു ജനകീയ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് ഹൃദയാഘാതവും അതുമായി ബന്ധപ്പെട്ട മരണങ്ങളും വളരെ വിപുലമായ വിധത്തിൽ അറിയപ്പെടുകയും അതിൻ്റെ എണ്ണം പെരുകുകയും ചെയ്യുന്ന സാഹചര്യം, ജീവിതശൈലി രോഗങ്ങളുടെ തുടർച്ചയും ജീവിതശൈലിയുടെ സ്വഭാവവും ഒക്കെ വെച്ചുകൊണ്ട് ഇതിലേക്ക് കൂടുതൽ ആളുകൾ ഹൃദയ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പേടിക്കുന്ന ഒരു ഘട്ടം. നമ്മുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങൾ, നിയമസഭയിലുണ്ടായ ജുനൈദിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ സംസാരിച്ചു. റവന്യൂ അസംബ്ലി നടക്കുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ നടന്നാണ് പ്രിയപ്പെട്ട വാഴൂർ സോമൻ ഈ അടുത്ത സമയത്ത് മരണത്തിലേക്ക് നടന്നുപോയത്. ഇങ്ങനെ ഒട്ടേറെ പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള നിരവധി പേർ നമ്മുടെ മുമ്പിലൂടെ നടന്ന് മരണത്തിൻ്റെ വാതായനത്തിലേക്ക് പോകുന്ന ദുഃഖകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ള ഒരു ഘട്ടത്തിൽ പരമാവധി വിപുലവും ജനകീയവുമായിട്ടുള്ള പ്രതിരോധത്തിന് നേതൃത്വം നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് നേതൃത്വം നൽകുന്ന ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുന്നു. നിയമസഭാ സാമാജികന്മാരുടെ കൂടി നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തത്തോടെ താഴെത്തലത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് എല്ലാവരിലും ഇത്തരത്തിലുള്ള ഒരു അവബോധവും അതിൻ്റെ ആവശ്യമായിട്ടുള്ള ധാരണയും ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആകട്ടെ. ആരോഗ്യവകുപ്പ് തീർച്ചയായിട്ടും വളരെ വിപുലമായിട്ടുള്ള ജനകീയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നായി ഇത് മാറട്ടെ. ലോക ഹൃദയ ദിനമായിട്ടുള്ള സെപ്റ്റംബർ 29 തന്നെ ഇത്തരമൊരു പരിപാടിയുടെ തുടക്കം കുറിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ കൂടി ശ്രദ്ധയോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. ഒരു പക്ഷേ ഹാർട്ടിനെ കുറിച്ച് കുറച്ചുകൂടി വിഷമം അനുഭവിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് 8 ബ്ലോക്ക് ഉണ്ട് കേട്ടോ. 6 സ്റ്റഡ് ഇട്ടിട്ടുണ്ട്, 2 ഇടാൻ പറ്റാത്തതുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ വിഷമം എന്നുള്ളതിനെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ. അതിൽ നീട്ടുന്നില്ല. അത് വരാതെ കഴിക്കാനുള്ള പ്രത്യേകിച്ച് ഭക്ഷണക്രമങ്ങളും വ്യായാമവും ഒക്കെയാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. ഇപ്പോഴും ഞാൻ അത്യാവശ്യം വ്യായാമമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അതൊരു അനുഭവമാണ്. അത് വരാതെ കഴിക്കാൻ ഭക്ഷണത്തിൽ തന്നെ തുടങ്ങണം. അത് ചെറുപ്പത്തിൽ ഒരു 17 വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് വന്ന ശേഷം നമ്മളതിൽ എത്ര ചികിത്സിച്ചാലും എത്ര ബുദ്ധിമുട്ടിയാലും അത് മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നേർന്നു. നിയമസഭാ പ്രവർത്തനങ്ങളുടെ ഭാഗമല്ലെങ്കിലും
നിയമസഭാ സാമാജികർക്ക് പോലും ഇതുപോലുള്ള സംഭവങ്ങളിൽ മരണമുണ്ടായിട്ടുണ്ട്. റവന്യൂ മിനിസ്റ്റർ പറഞ്ഞ അവസാനത്തെ ആൾ വാഴൂർ സോമനാണ്. ആദ്യത്തെ ആൾ KT ജോർജ് എന്ന് പറയുന്ന പഴയൊരു ധനമന്ത്രിയാണ്. അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള നിയമസഭയിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. അത്തരമൊരു പരിപാടിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇനി നമുക്കാർക്കും ആ ഒരു ദുർഗതി ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയോടെ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തര ശുശ്രൂഷ നൽകാൻ വളണ്ടിയർമാരെയും ഡോക്ടർമാരെയും ഉദ്യോഗസ്ഥന്മാരെയും പ്രാപ്തരാക്കുന്ന വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ളതും ദീർഘവീക്ഷണത്തോടു കൂടിയ ഒരു പരിപാടിയാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. ശ്ലാഘനീയമായ പരിപാടി ഭാവനാസമ്പന്നമായി അവതരിപ്പിച്ച ആരോഗ്യവകുപ്പിനെയും അതിന് നേതൃത്വവും സഹായവും നൽകിയ എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഹൃദയസംബന്ധമായ രോഗം മൂലമുണ്ടാകാവുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ 21-ാം തീയതിയാണ് എൻ്റെ സഹോദരൻ ഹൃദയസംബന്ധമായ രോഗം കാരണം മരണമടഞ്ഞത്. ഹൃദയസംബന്ധമായ രോഗങ്ങൾക്ക് കാരണമായ വിഷയം നിരവധിയുണ്ട്. ലോകതലത്തിൽ തന്നെ അതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്ന ഈ വർത്തമാനകാലത്ത് നമ്മുടെ ഇത്തരമൊരു യോഗത്തിൽ ചേർത്തുകൊണ്ട് ഇതിൻ്റെ വിവിധ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ചർച്ചകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകുന്നത് ഹൃദയസംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കരുത്തും ശക്തിയും നൽകും എന്നൊരു വസ്തുതയാണ്. അതിന് സാധ്യമാകത്തക്ക നിലയിലുള്ള പ്രവർത്തനം നടത്തുന്ന ആരോഗ്യ മേഖലയിലെ ഇന്ത്യയിൽ തന്നെ മുൻപന്തി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ആരോഗ്യവകുപ്പിൻ്റെയും IMAയുടെയും മുൻകൈയിൽ CPR പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ ഏറ്റവും മാതൃകാപരമായ ഒന്നാണ് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് വിശേഷിച്ചും ഹൃദയ സംബന്ധമായ അസുഖം വ്യാപകമായ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു പരിശീലന പരിപാടി അനിവാര്യമായ ഒന്നാണ് എന്നുള്ളതാണ് സത്യം. അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിയമസഭയിൽ നിന്ന് തന്നെ ആരംഭിക്കാൻ തീരുമാനിച്ച ഉചിതമായ ഈ പ്രവർത്തനം വളരെ വളരെ ശ്ലാഘനീയമായ ഒന്നാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആരോഗ്യവകുപ്പിനും ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ആശംസകൾ നേരാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നന്ദി, നമസ്കാരം.